വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച നടക്കുകയാണ്. अपना नाम देते हैं, उनका नाम बैलेट पे नहीं आता, लेकिन एक विशेष सदस्य का हर കോൺഗ്രസ് നേതാക്കളും യുഎസ് ആസ്ഥാനമായ ജോർജ് സോറോസ് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭരണകക്ഷികൾ ഇന്ന് ഇരുസഭകളിലും ആരോപണം ഉന്നയിച്ചു. അതിനിടെ അദാനി ഗ്രൂപ്പിനെതിരായ കോഴ ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ലോക്സഭയിൽ ചോദ്യോത്തരവേള പൂർത്തിയായതിനു ശേഷം കോൺഗ്രസ് എംപി ജ്യോതിമണിയാണ് അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും യുഎസ് ആസ്ഥാനമായുള്ള ജോർജ് സോറോസ് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ബിജെപി എംപി നിഷികാന്ത് ദുബെ കോൺഗ്രസ് ആരോപണത്തെ എതിർത്തു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും അമേരിക്കൻ യാത്രകളും സ്പോൺസർ ചെയ്തത് ജോർജ് സോറോസ് ആണെന്ന് നിഷികാന്ത് ആരോപിച്ചു. രാജ്യസഭയിൽ രാവിലെ സഭ സമ്മേളിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് അധ്യക്ഷൻ ജഗദീപ് ധൻഖർ തള്ളി. ഇതിനെതിരെ പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. ചെയർമാന്റെ വിധി ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചെയർമാനെ വാർത്താസമ്മേളനത്തിൽ ചോദ്യം ചെയ്തത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. विषय को उद्धृत किया यहाँ पर, मैं उसको सिर्फ रिपीट कर रहा हूँ. The chair cannot be questioned with regard to the admissibility, and the chairman's ruling cannot be questioned or criticized. To do so संजय जी, संजय जी, പാർലമെന്റ് നടപടികളോട് കോൺഗ്രസിന് യാതൊരു ബഹുമാനവുമില്ലെന്നും കോൺഗ്രസ് നേതാക്കളും യുഎസ് വ്യവസായി ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും ജെ.പി. നഡ്ഡ ആരോപിച്ചു. അതേസമയം സഭയുടെ ശ്രദ്ധ തിരിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടർന്നതോടെ രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതോടെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സഭാധ്യക്ഷൻ അറിയിച്ചു. വാഹന അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ക്യാഷ്ലെസ് ചികിത്സ നൽകാനുള്ള പദ്ധതി രാജ്യത്തുടനീളം ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 6 സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പദ്ധതി ഉത്തർപ്രദേശിലും പിന്നീട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉടൻ ആരംഭിക്കുമെന്ന് ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 4,80,583 क्रैशेस हुए और मरने वालों की संख्या जो 1.5 लाख थी वो 1,72,890 हुई है. नीति आयोग और एम्स के रिपोर्ट में ये आया है कि 30% ऑफ द टोटल डेथ जो है वो ड्यू टू जो मेडिकल इमरजेंसी में जो सर्विस मिलनी चाहिए, एक्सीडेंट जिनका होता है उनको न मिलने के कारण मृत्यु होती है. और इसलिए ये कैशलेस ट्रीटमेंट की स्कीम लाई है. इसमें जो व्हीकल इंश्योरेंस होगा उसमें 7 दिन तक का खर्चा या 1.5 लाख रुपए, इसमें से जो भी होगा उतना 1.5 लाख रुपए तक वो उनको तुरंत मिल जाएगा. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആശുപത്രികളിൽ 1.5 ലക്ഷം രൂപ വരെ ചികിത്സ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഹൈവേകളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കാൻ ഓരോ ജില്ലയിലും അപകട നിവാരണ സമിതികൾ രൂപീകരിക്കണമെന്ന് എംപിമാരോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു.